2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രയേലിൽ കടന്നുകയറി നടത്തിയത് ക്രൂരതയാണെന്ന് നിസ്സംശയം പറയാനാവും. നിരപരാധികളെ കൊന്നൊടുക്കി ശത്രുവിനെ ഭയപ്പെടുത്തുന്നത് യുദ്ധനീതിയായിട്ടാണല്ലോ ശക്തരും അശക്തരും അവകാശപ്പെടുന്നത്. എന്നാൽ ഈ പാതകത്തിന്റെ പേരിൽ ഹമാസിനെ ഒരു ഭീകര സംഘടനയാണെന്ന് അറിവും വിവരവും വാനോളമുള്ള ശ്രീ ശശി തരൂരിനെ പോലുള്ള ഒരു വിശ്വപൗരൻ പരസ്യമായ നിലപാടെടുക്കുമ്പോൾ അതിലുള്ള അപകടം എത്രമാത്രമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കാത്തതാണോ എന്ന് നിശ്ചയമില്ല. വർത്തമാനകാല കേൾവിക്കാരിൽ മഹാഭൂരിപക്ഷത്തിനും പാലസ്തീൻ ഇസ്രായേൽ സംഘർഷങ്ങളുടെ ചരിത്ര പശ്ചാത്തലം നിശ്ചയമില്ലാത്ത സ്ഥിതിക്ക് അവർ സമീപകാല സംഭവങ്ങളെ മാത്രം വിലയിരുത്തിയായിരിക്കും തങ്ങളുടെ അഭിപ്രായം രൂപീകരിക്കുന്നത്. ആ അഭിപ്രായ രൂപവത്കരണത്തിൽ തരൂരിനെ പോലെയുള്ളവരുടെ നിലപാടുകൾ വല്ലാതെ സ്വാധീനിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് പോലും സംശയമുണ്ടാവില്ല. പാലസ്തീൻ സംഘർഷങ്ങളെക്കുറിച്ച് നല്ല അറിവും ബോധവും തരൂരിനുള്ളതിനാൽ അദ്ദേഹത്തെ ആരും ഉപദേശിക്കേണ്ടതില്ല. എങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ നയരൂപീകരണ ഇടമായ വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമായ ഒരാൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചില ചരിത്ര സത്യങ്ങളുണ്ട്. ഒന്നാം ലോക മഹായുദ്ധാനന്തരം യുദ്ധത്തിൽ വിജയികളായ ബ്രിട്ടീഷ് സാമ്രാജ്യത്വവും ഫ്രാൻസും അമേരിക്കയും ചേർന്ന് ഖിലാഫത്തിനെ ഇല്ലാതാക്കി പശ്ചിമേഷ്യയെ നിരവധി തുണ്ടുകളായി വിഭജിച്ച് കൊളോണിയൽ ഭരണം തുടർന്ന കാര്യം ചരിത്രമാണ്. ഇക്കൂട്ടത്തിൽ പാലസ്തീന്റെ ഭരണം കൈവശപ്പെടുത്തുന്നതിന് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് അതിൻ്റെതായ ചില ദുരുദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. 1917 ബാൽഫോർ ഡിക്ലറേഷനിൽ എന്താണ് ബ്രിട്ടൻ ലക്ഷ്യം വെക്കുന്നതെന്ന് വ്യക്തമാണ്. പാലസ്തീനുള്ളിൽ യഹൂദർക്ക് ഒരു രാജ്യം ഉണ്ടാക്കിക്കൊടുക്കുക എന്നത് ബ്രിട്ടീഷ് ഭരണകൂടം ഏറ്റെടുത്ത ഏറ്റവും വലിയ ഉത്തരവാദിത്തമായിരുന്നു. ലോകമെങ്ങുമുള്ള യഹൂദ വംശജരെ പാലസ്തീനിലേക്ക് കൊണ്ടുവന്ന് കുടിയിരുത്തിയാൽ പശ്ചിമേഷ്യയിൽ വരും കാലങ്ങളിലും തങ്ങളുടെ രാഷ്ട്രീയ ആധിപത്യം തുടരാമെന്ന് ബ്രിട്ടൻ കണക്കുകൂട്ടി. 1500 വർഷക്കാലമായി പാലസ്തീൻ അറബ് വംശജരുടെ സ്വന്തമാണ്. അവിടെ നിന്നും അവരെ ആട്ടിപ്പായിച്ചിട്ട് വേണം യഹൂദരെ കുടിയിരുത്താനും അവർക്കായി ഹോം നേഷൻ രൂപീകരിക്കാനും. സ്വാഭാവികമായും അറബ് വംശജരായ മുസ്ലിങ്ങൾ ഇതിനെ എതിർത്തു. അതിന്റെ അലയൊലികൾ അക്കാലത്ത് 7 കോടി മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ഇന്ത്യയിലും അലയടിച്ചു. അലി സഹോദരന്മാരുമൊത്ത മഹാത്മജി 1920 ബ്രിട്ടനെതിരെ ഖിലാഫത്ത് മൂവ്മെന്റിന് തുടക്കം കുറിച്ചതും കോൺഗ്രസ് അതിൽ പങ്കെടുത്തതും രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾ നടന്നതും ഈ സാഹചര്യത്തിലാണ്. ഇക്കാര്യങ്ങൾ ശ്രീ തരൂരിനും അറിയാം. ഗാന്ധിയുടെ ഈ നിലപാടിനെ മുസ്ലിം പ്രീണനമായിട്ടാണ് അക്കാലത്ത് കോൺഗ്രസിലുള്ള ചില പ്രധാനികൾ പോലും കണ്ടത്. അവിഭക്ത ഇന്ത്യയിൽ മുസ്ലിം വർഗീയ രാഷ്ട്രീയത്തിന് കൂടുതൽ വേരുകൾ ഉണ്ടാക്കിയത് ഗാന്ധിയുടെ ഖിലാഫത്ത് നയമാണെന്ന് അന്നും ഇന്നും ആക്ഷേപിക്കുന്നവരുമുണ്ട്. എന്നാൽ പാലസ്തീനിൽ നടക്കുന്ന രാഷ്ട്രീയ നാടകങ്ങളെ നന്നായി മനസ്സിലാക്കിയിട്ടാണ് മഹാത്മജി അത്തരമൊരു നിലപാട് സ്വീകരിച്ചത്. നെഹ്റുവും ഗാന്ധിയും ഇക്കാര്യത്തിൽ ഒരേ മനസ്ഥിതിക്കാരുമായിരുന്നു. 1921 മഹാത്മജി ബോംബെ ക്രോണിക്കിളിൽ എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു: ജസീറത്തുൽ അറബ് എന്നറിയപ്പെടുന്ന ഇസ്ലാമിക പുണ്യഭൂമിയുടെ ഭാഗമാണ് മുസ്ലിങ്ങളുടെ പാലസ്തീൻ. ആ പ്രദേശം അവരുടെ നിയന്ത്രണത്തിലായിരിക്കണമെന്ന് നിഷ്കർഷിച്ചിരിക്കുന്നത് അവരുടെ പ്രവാചകനാണ്. അതിനർത്ഥം യഹൂദരോ ക്രിസ്ത്യാനികളോ ആ പ്രദേശത്തേക്ക് നിർഭയരും സ്വതന്ത്രരുമായി പോകരുതെന്നോ അവിടെ താമസിക്കരുതെന്നോ അവിടെ സ്വത്തുക്കൾ സ്വന്തമാക്കരുതെന്നോ അല്ല. മുസ്ലിങ്ങൾക്ക് മേൽ ഒരു പരമാധികാരം സ്ഥാപിക്കാൻ അമുസ്ലിങ്ങൾക്ക് അവിടെ അവകാശമില്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുതൽ തന്നെ മുസ്ലിങ്ങൾ അവരുടെ മതപരമായ യുദ്ധത്തിലൂടെ കൈയടക്കിയൊരു പ്രദേശത്ത് ഒരിക്കലും പരമാധികാരം സ്ഥാപിക്കാൻ യഹൂദർ ശ്രമിക്കരുത്. മുസ്ലിം സൈനികരുടെ രക്തം ആ മണ്ണിൽ വീഴ്ത്താതെയാണ് അവർ പാലസ്തീന്റെ നിയന്ത്രണം തങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെടുത്തിയത്. ഇന്ത്യയിലെ 70 മില്യൺ വരുന്ന മുസ്ലിങ്ങളെ നിഷ്പക്ഷമായി എന്റെ ജൂത സുഹൃത്തുക്കൾ പരിഗണിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു സ്വതന്ത്ര രാഷ്ട്രമെന്ന നിലയിൽ അവരുടെ പവിത്രമായ ഇടത്തെ കുതന്ത്രങ്ങളാൽ കൈയടക്കാൻ നോക്കുന്നത് അവർക്കെങ്ങനെ സഹിക്കാനാകും? 1931 ലണ്ടനിൽ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന വേളയിൽ വേൾഡ് സയനിസ്റ്റ് ഓർഗനൈസേഷന്റെ പ്രസിഡന്റ് സൊക്കോലോവിന് നൽകിയ അഭിമുഖത്തിലും ഗാന്ധി തന്റെ നിലപാട് മുൻപ് പറഞ്ഞതു തന്നെയാണെന്ന് വ്യക്തമാക്കുന്നു. 1939 നവംബർ 26
തന്റെ ഹരിജൻ വീക്കിലിയിൽ ഗാന്ധി ഇപ്രകാരം എഴുതി: ഇംഗ്ലീഷുകാർക്ക് ഇംഗ്ലണ്ട് എപ്രകാരമാണോ, ഫ്രഞ്ചുകാർക്ക് ഫ്രാൻസ് എപ്രകാരമാണോ, അതുപോലെ തന്നെയാണ് പാലസ്തീൻകാർക്ക് പാലസ്തീനും. ഗാന്ധിജിയുടെ ഈ പ്രഖ്യാപനം ലോക മുസ്ലിങ്ങളെ സന്തോഷിപ്പിച്ചെങ്കിലും യഹൂദർ അദ്ദേഹത്തെ സംശയത്തോടെ വീക്ഷിക്കാൻ തുടങ്ങി. മഹാത്മജിയുടെ ആശീർവാദം യഹൂദ രാഷ്ട്രത്തിന് ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ ലോക സയനിസ്റ്റ് ഓർഗനൈസേഷൻ അതിനുള്ള കരുക്കൾ നീക്കി തുടങ്ങി. അക്കാലത്ത് ഇന്ത്യയിൽ ഏതാണ്ട് 25,000-ഓളം യഹൂദർ താമസിക്കുന്നുണ്ട്. അവരാകട്ടെ ബിസിനസ്, ഫിനാൻസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നതിനാൽ സമ്പന്നരുമാണ്. ലോക സയനിസ്റ്റ് പ്രസ്ഥാനത്തിന് ആവശ്യമായ ഫണ്ട് നൽകുന്നതിന് ഇവർ ഉത്സാഹം കാണിച്ചിരുന്നു. ഗാന്ധിയുടെ നിലപാടുകളിൽ അയവ് വരുത്തുന്നതിനായി 1936 ഭാഷാശാസ്ത്രകാരനും സംസ്കൃത പണ്ഡിതനും അതിലുപരി പാലസ്തീനിൽ യഹൂദരാഷ്ട്രം അനിവാര്യമാണെന്ന് വാദിക്കുകയും ചെയ്തിരുന്ന ഡോക്ടർ ഓൾസ്വാങ്കറെ ബ്രിട്ടീഷ് ജൂവിഷ് കൗൺസിൽ ഇന്ത്യയിലേക്ക് അയച്ചു. ഓൾസ്വാങ്കർ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും പാലസ്തീൻ അറബികൾക്കുള്ളതാണെന്ന നിലപാടിൽ നിന്നും ഗാന്ധി പിന്നോട്ടു പോയില്ല. മഹാത്മജിയുടെ അയവില്ലാത്ത ഈ നിലപാട് യഹൂദ വിദ്വേഷമാണ് ഉണ്ടാക്കിയത്. എങ്കിലും ജൂവിഷ് കൗൺസിൽ അവരുടെ സമ്മർദ്ദം തുടർന്നു. ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനത്തിനെതിരെയുള്ള ഗാന്ധിയുടെ സമരകാലത്ത് സഹായിയായി കൂടെ ഉണ്ടായിരുന്ന യഹൂദനും ആർക്കിടെക്ചറും ജർമ്മൻ നിവാസിയുമായിരുന്ന ഹെർമൻ കല്ലൻബാച്ചിനെ ഉപയോഗിച്ച് ഗാന്ധിജിയുടെ മനസ്സു മാറ്റാൻ ശ്രമിച്ചു. പാലസ്തീനിലെ ഭൂമി കയ്യേറാനായി യഹൂദർ രൂപീകരിച്ച പാലസ്തീൻ ഫൗണ്ടേഷൻ ഫണ്ടിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കൂടിയായിരുന്നു കല്ലൻബാച്ച്. 1937 മെയ് മാസത്തിൽ കല്ലൻബാച്ച് ഇന്ത്യയിലെത്തി. അദ്ദേഹം മഹാത്മജിയുമായി യഹൂദ രാഷ്ട്രത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് സംഭാഷണം നടത്തിയെങ്കിലും ഗാന്ധി തന്റെ നിലപാടിൽ കാര്യമായ മാറ്റം വരുത്തിയില്ല. ജൂലൈ മാസത്തിൽ കല്ലൻബാച്ച് നിരാശനായി തിരിച്ചുപോയി. തിരികെ പോകുമ്പോൾ വേൾഡ് ജൂവിഷ് ഓർഗനൈസേഷന്റെ നേതാക്കളായിരുന്ന വെയ്സ്മാനും ഷെർട്ടോക്കിനും നൽകാനായി ഒരു പ്രസ്താവനയും നൽകിയിരുന്നു. അത് ഇപ്രകാരമായിരുന്നു: സയണിസം എന്നത് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രസ്ഥാനമല്ല. യഹൂദരുടെ ആത്മീയമായ അഭിലാഷങ്ങളെ ആയിരിക്കണം അത് പ്രതിനിധീകരിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെയും മറ്റു രാജ്യങ്ങളുടെയും ആയുധങ്ങളുടെ പിൻബലത്തിൽ പാലസ്തീനിൽ യഹൂദരെ കുത്തിനിറയ്ക്കാൻ നോക്കുന്നത് ആത്മീയതയുമായി ഒരിക്കലും പൊരുത്തപ്പെടുന്നതല്ല. ബാൽഫോർ ഡിക്ലറേഷന്റെ പേരിലായാലും ലീഗ് ഓഫ് നേഷൻസിന്റെ മാൻഡേറ്റിന്റെ പേരിലായാലും പാലസ്തീനിൽ യഹൂദരെ കുത്തിനിറയ്ക്കുന്നത് അറബ് വംശജരുടെ ശക്തമായ എതിർപ്പിന് വഴിയുണ്ടാക്കും. എന്റെ അഭിപ്രായത്തിൽ യഹൂദർ ആയുധങ്ങളുടെ പിൻബലത്തോടെയുള്ള ഈ കളി അവസാനിപ്പിച്ച് പൂർണ്ണമായും അറബ് വംശജരെ കൂടി വിശ്വാസത്തിലെടുത്ത് അവരുടെ പൂർണ്ണമായ സമ്മതത്തോടെ മുന്നോട്ടു പോകുന്നതാണ് നല്ലത് എന്നാണ്. പാലസ്തീനിൽ ഒരു ഭവനം കണ്ടെത്തണമെന്നുള്ള യഹൂദരുടെ ആഗ്രഹത്തിന് തെറ്റു പറയാനാവില്ല. എന്നാൽ അറബ് വംശജരുടെ സമ്മതം ലഭിക്കുന്നതുവരെ നിങ്ങൾക്കതിനായി കാത്തിരിക്കേണ്ടി വരും. അവരിൽ നിന്നും അങ്ങനെയൊരു സമ്മതം നേടിയെടുക്കാനുള്ള ഏറ്റവും അനുയോജ്യമായ വഴി നിങ്ങളുടെ ആഗ്രഹത്തിന്റെ ധാർമ്മിക നീതിയിലും അതിന്മേൽ അറബികളുടെയും ഇസ്ലാമിക ലോകത്തിന്റെയും ധാർമ്മിക ബോധത്തിലും പൂർണ്ണമായും ആശ്രയിക്കുക എന്നത് മാത്രമാണ്. പാലസ്തീനിൽ ഇതിനോടകം സ്ഥിരതാമസമാക്കിയ യഹൂദർ ചെയ്യേണ്ടതെന്തെന്നാൽ പുതുതായി എത്തുന്നവർ ധർമ്മം വിട്ട് യാതൊന്നും ചെയ്യുന്നില്ലെന്ന് അവർ ഉറപ്പുവരുത്തേണ്ടതാണ്. യഹൂദ ജനത ആയുധബലം ഉപേക്ഷിച്ച് അറബ് വംശജരുടെ നന്മയെ തങ്ങളിലേക്ക് സ്വാംശീകരിക്കാൻ ശ്രമിച്ചാൽ എനിക്ക് യാതൊരു സംശയവുമില്ല യഹൂദ കോളനികൾ അവിടെ തികച്ചും സുരക്ഷിതമായിരിക്കും. പക്ഷേ ഇതെല്ലാം എൻ്റെ കാഴ്ചപ്പാടുകൾ മാത്രമാണ്. എൻ്റെ അഭിപ്രായം തികച്ചും ധാർമ്മികമായതിനാൽ അതിൻ്റെ ഫലം തികച്ചും വ്യത്യസ്തവും സ്വതന്ത്രവുമായിരിക്കും. നിലവിലുള്ള സാഹചര്യം തികച്ചും ശുഭകരമല്ല എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സന്ദേഹവുമില്ല. ഇസ്രയേൽ പാലസ്തീൻ തർക്കത്തിൽ സമാധാനപരമായ പരിഹാരമുണ്ടാക്കാൻ ഗാന്ധിജി ആത്മാർത്ഥമായും ആഗ്രഹിച്ചു. തന്റെ ശിഷ്യനും യൂറോപ്യനുമായിരുന്ന CF ആൻഡ്രൂസിനെ ഇതിനായി പാലസ്തീനിലേക്ക് അയക്കുകയും ചെയ്തു. എന്നാൽ മഹാത്മജിയുടെ ശ്രമങ്ങൾക്ക് യഹൂദരുടെ ഭാഗത്തു നിന്നും അനുകൂലമായ പ്രതികരണങ്ങൾ ഉണ്ടായില്ല. തൽക്കാലത്തേക്കെങ്കിലും അദ്ദേഹം പാലസ്തീൻ ഉപേക്ഷിച്ച് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി. എങ്കിലും മരണം വരെയും അദ്ദേഹത്തിന്റെ ഉള്ളിൽ പാലസ്തീനിലെ അറബ് വംശജരുടെ നൊമ്പരം ഉണ്ടായിരുന്നു. യഹൂദനും
അമേരിക്കൻ പത്രപ്രവർത്തകനുമായിരുന്ന ലൂയി ഫിഷറുമായിട്ടുള്ള സംഭാഷണങ്ങളിൽ അക്കാര്യം നിഴലിച്ചിരുന്നതായി ഫിഷറും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിദേശ നയം രൂപീകരിക്കുന്നതിൽ പ്രധാനി അക്കാലത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അദ്ദേഹത്തിന്റെ വീക്ഷണമാകട്ടെ തികച്ചും സാമ്രാജ്യത്വ വിരുദ്ധമായിരുന്നു. ബ്രിട്ടീഷ് ഭരണകൂടം പാലസ്തീൻ കൈയടക്കിയതിനെ അദ്ദേഹം നിശിതമായി വിമർശിച്ചു. ഇന്ത്യൻ ജനത നടത്തുന്ന സ്വാതന്ത്ര്യ പോരാട്ടം പോലെ തന്നെയാണ് അറേബ്യൻ ജനത ബ്രിട്ടനെതിരെ നടത്തുന്ന പോരാട്ടമെന്ന് നെഹ്റു അസന്നിഗ്ധമായി പറഞ്ഞു. പാലസ്തീൻ അറബികളുടെ സ്വന്തമാണെന്ന് 1936 ഡിസംബറിൽ ഫേസ്പൂരിൽ നടന്ന കോൺഗ്രസിന്റെ 50ാം വാർഷിക സമ്മേളനത്തിലെ അധ്യക്ഷ പ്രസംഗത്തിന്റെ ആമുഖമായി അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പോലെ തന്നെ ലോകമെങ്ങും സാമ്രാജ്യത്വത്തിനെതിരെ നടക്കുന്ന പോരാട്ടങ്ങളുടെ തന്നെ ഭാഗമാണ് പാലസ്തീൻ ജനതയുടെ പോരാട്ടവുമെന്ന് തന്റെ പ്രസംഗത്തിൽ അദ്ദേഹം വീണ്ടും വ്യക്തമാക്കി. ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഇവിടെ എങ്ങനെയാണോ മുസ്ലിം ദേശീയതയും വിഘടനവാദവും സൃഷ്ടിച്ചത്, അതുപോലെ തന്നെയാണ് പാലസ്തീനിൽ യഹൂദ ദേശീയതയെയും വിഘടനവാദവും ബ്രിട്ടൻ സൃഷ്ടിച്ചതെന്നും നെഹ്റു കൂട്ടിച്ചേർത്തു. നൂറ്റാണ്ടൊന്ന് പിന്നിട്ടിട്ടും പാലസ്തീൻ ജനതയുടെ പിറന്ന മണ്ണിനു വേണ്ടിയുള്ള പോരാട്ടം തുടരുകയാണ്. ബ്രിട്ടനും ഫ്രാൻസും അമേരിക്കയും പശ്ചിമേഷ്യയിൽ അവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനായി വീണ്ടും വീണ്ടും ഇസ്രായേലിനെ ആയുധവൽക്കരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. നിരാശതയിലേക്ക് ആണ്ടുപോയൊരു ജനതയുടെ അവസാനത്തെ ആയുധമായിട്ടാണ് അവർ അക്രമത്തിന്റെ പാത സ്വീകരിക്കുന്നതെന്ന യാഥാർത്ഥ്യം തരൂരിനെ പോലെ ലോകമറിയുന്ന മനുഷ്യർക്ക് നല്ല ബോധ്യമുള്ളതാണ്. ഐക്യരാഷ്ട്രസഭയിൽ ഉണ്ടായിരുന്ന കാലത്ത് മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയത്തിന്റെ ഉള്ളുകളികൾ നന്നായി അദ്ദേഹത്തിന് ബോധ്യമുള്ളതാണ്. മഹാനായ നെഹ്റുവും മഹാത്മജിയും പങ്കുവച്ച ആശങ്കകൾ ഇപ്പോഴും തുടരുകയാണ്. മനുഷ്യൻ ലോകത്ത് നേരിടുന്ന ഏറ്റവും വലിയ നൊമ്പര കാഴ്ചകളാണ് പാലസ്തീനിൽ സംഭവിക്കുന്നത്.